ഹായ് അസ്സലാമു അലൈക്കും. അപ്പം നല്ല അടിപൊളി തക്കാളി സമ്മന്തി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഈ ഒരു സമ്മന്തി ഉണ്ടെങ്കിൽ ചോറ് എത്ര തിന്നാലും മതിയാവില്ല. അപ്പോൾ ഉണ്ടാക്കാൻ വേണ്ടി ചട്ടി വെച്ച് ചട്ടി ചൂടായതിന് ശേഷം വെളിച്ചെണ്ണ, ചുവന്ന മുളക്, കറിവേപ്പില, പിന്നെ കുറച്ച് ചപ്പ് ഇതിട്ടിട്ട് നല്ല ഒന്ന് ഇളക്കി കൊടുക്കുക. ആ ഒരു പച്ചമണക്ക മാറി ഒന്ന് വാടിക്കിട്ടുന്ന വരെ ഒന്ന് ഇളക്കിയിട്ട് അതിലേക്ക് ഒരു വെല്ലുള്ളി, ഒരു തക്കാളി എടുത്ത് അരിഞ്ഞിടുക. ഞാൻ കുറച്ച് സമ്മന്തി മതിയായതുകൊണ്ട് ഞാനൊരു തക്കാളി, ഒരു ഉള്ളി എടുത്ത് നിങ്ങളെ ഇഷ്ടംമാതിരി നിങ്ങൾക്ക് എടുക്കാം. എന്നിട്ട് വാടി കിട്ടാൻ വേണ്ടി കുറച്ച് ഉപ്പിട്ടിട്ട് നല്ല മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് പിന്നെ അത് മൂടി വെച്ച് 5 മിനിറ്റ് കഴിഞ്ഞ് നല്ല വെന്ത് കിട്ടും. അപ്പോൾ നല്ല കുത്തി അടച്ചിട്ട് നമുക്ക് മിക്സിൻ്റെ ജാറിലിട്ട് ഒന്ന് കറക്കിയെടുക്കുക. ആ സമയം കൊണ്ട് നമുക്ക് പുളി വെള്ളത്തിലിട്ടിട്ടല്ല പിഴിഞ്ഞ് വെക്കുക. പിന്നെ ചട്ടി ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഇട്ട് കൊടുത്ത് കടുകൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോൾ നമ്മൾ അരച്ച് വെച്ച അരപ്പ് ഒഴിച്ച് കൊടുക്കാം. ആ അരപ്പ് ഒഴിക്കുമ്പോൾ കുറച്ച് പോകൊക്കെ ഉണ്ടാവും, ഒന്ന് വിഷയമാക്കണ്ട. എന്നിട്ടേക്ക് നമ്മൾ പിഴിഞ്ഞ് വെച്ച പുളിവെള്ളം ഒഴിച്ചിട്ട് 1 സ്പൂണ് മുളകും പൊടി ഇടുക. അത് നിങ്ങളെ ഇഷ്ടം മാതിരി വെക്കട്ടെ. എനിക്ക് എരിവ് നല്ല ഇഷ്ടമുള്ള കാരണം ഞാൻ 1 സ്പൂൺ മുളകും പൊടിയും കൂടി ഇട്ട് നല്ല ഇളക്കി ആ പുളിയുടെ പച്ചച്ചുവയൊക്കെ മാറുന്ന വരെ നല്ല ഇളക്കി നല്ല കുറുക്കിയെടുക്കുക. എന്നിട്ട് പിന്നെ അതൊരു പാത്രത്തേക്ക് മാറ്റി ഒരു പാത്രം ചോറ് ഈ ഒരു സമ്മന്തിയും കുഴച്ച് തിന്ന അടിപൊളി ടേസ്റ്റ്. എത്ര തിന്നാലും മതിയാവില്ല നമുക്ക് ചോറ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ടും എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം പറയാം. പിന്നെ എൻ്റെ ചാനലായ ലൈഫ് സ്റ്റൈലുകൾ പറഞ്ഞ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഞാൻ ഫസ്റ്റ് ടൈമാണ്, അപ്പോൾ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക. അപ്പോൾ ഓക്കെ, ബൈ.